2010 മോഡൽ കെ സീരീസ് എഞ്ചിൻ വരുന്ന സെൻ എസ്റ്റിലാണ്. വെറും 1,32,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണറാണ്. 2030 വരെ പേപ്പർ ഭാഗങ്ങളെല്ലാം ക്ലിയർ ആണ്. വണ്ടി എങ്ങനെ ഉണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റീപ്ലേസും വണ്ടിയിലില്ല. 2010 മോഡലാണ്. 4 ഗ്ലാസും 10 തന്നെയാണ്. ഇപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞുകൊണ്ട് തന്നെ യാതൊരു സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട്. ഫ്രണ്ട് ഭാഗങ്ങളെല്ലാം അത്രയും ഓക്കെയാണ്. ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ 4 പുതിയ ടയറാണ്. മാറേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എടുത്തങ്ങ് ഓടിയാൽ മാത്രം മതി. പിന്നെ സൈഡ് വീൽ നമുക്ക് ഇവിടെ റെയിൻ ഗാർഡും സൈഡ് വീഡിങ് എല്ലാം വണ്ടിയിലുണ്ട്. അത്യാവശ്യം വണ്ടിക്ക് ലുക്ക് വരുന്നുണ്ട്. സൈഡും വേറെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. നല്ല ഹൈ ക്വാളിറ്റിയിലാണ് വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് റിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് VXA വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ റിയർ വൈപ്പർ കാര്യങ്ങളെല്ലാം വണ്ടിയിലുണ്ട്. പിന്നെ നമുക്ക് ഡിക്കിയിൽ നോക്കാവുന്ന ഇവിടെ പാഴ്സൽ ട്രേയും അവിടെ 2 സ്പീക്കറും ഇരിപ്പുണ്ട്. സ്റ്റെപ്പിനെയൊക്കെ നമുക്ക് അത്യാവശ്യം ഓടാൻ പറ്റിയൊരു ക്വാളിറ്റിയുള്ള സ്റ്റെപ്പിനെയാണ് വണ്ടിയിൽ ഇപ്പോൾ ഇരിക്കുന്നത്. ഡിക്കിയും കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ല. 4 ഗ്ലാസ് 2010 തന്നെയാണ്. റിയർ ഗ്ലാസും ഫ്രണ്ട് ഗ്ലാസ് എല്ലാം 2010 തന്നെയാണ്. അതിൻ്റെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും അത്യാവശ്യം നല്ല ലുക്കുള്ള വണ്ടിയാണ്. വേറെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. മൊത്തത്തിലൊരു ബോഡി ഷേപ്പ് നോക്കുകയാണെങ്കിൽ വേറെ ഇടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല കറക്റ്റ് ഷേപ്പിലുള്ള വണ്ടിയാണ്. നമുക്ക് ഇനി ഇതിൻ്റെ ഇൻറ്റീരിയറിൽ കൂടി ഒന്ന് ചെക്ക്. നമുക്ക് ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഹൈ ക്വാളിറ്റി ഇൻറ്റീരിയലാണ്. സീറ്റ് കവർ കാര്യങ്ങൾ അടിച്ചിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള ഇൻറ്റീരിയറാണ് കാണാൻ കഴിയുന്നത്. നമുക്ക് താഴെ ഫ്ലോർ മാറ്റ് എല്ലാം ഉണ്ട്. 4 പവർ വിൻഡോ ഉണ്ട്. സെൻട്രൽ ലോക്ക് ഉണ്ട്. ഒരു സ്റ്റീരിയോ ഇരിപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ മോഡൽ നമുക്ക് കാണാൻ കഴിയും. ചെറിയ സ്ക്രീൻ അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ സ്ക്രീനിൻ്റെ ഡിസ്പ്ലേ പോയിരിക്കണം. അങ്ങനെ സ്ക്രീൻ പക്ഷേ ഓൺ ആവുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളാണ് അകത്ത് ഫ്രണ്ടിൽ വരുന്നത്. റിയർ നോക്കിയാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടിയിൽ. നമുക്ക് പറയത്തക്ക വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സീറ്റ് കവറെല്ലാം ഉണ്ട്. ഫ്ലോർ മാറ്റും എല്ലാം കൊണ്ടും വണ്ടി ഓക്കെയാണ്. നമുക്കിനി ഇതിൻ്റെ ഇഞ്ചിൻ റൂമും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഇഞ്ചിൻ റൂം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഇത്തിരി ഹൈ ക്വാളിറ്റി വരുന്ന ഇഞ്ചിൻ റൂമാണ്. വേറെ പറയത്തക്ക തുരുമ്പോ കാര്യങ്ങളോ യാതൊരു യോഗയും ഇല്ല വണ്ടിക്കകത്ത്. 25 ബാറ്ററി, 25 ഒന്നാം മാസം വരുന്ന ആമറോണിൻ്റെ ബാറ്ററിയാണ്. ഇനി വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി കൂടി ഒന്ന് കാണിച്ചില്ല. സൗണ്ടും കാര്യങ്ങളൊന്നും കേൾപ്പിച്ചു തരാം. അതിൻ്റെ ഇപ്പോൾ AC കിടക്കുന്നതുകൊണ്ട് അതിന് കംപ്രസറിൻ്റെ സൗണ്ടാണ്. വേറെ സൗണ്ട് കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റ് സൗണ്ടാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ എടുത്തിട്ട് വേണമെങ്കിൽ ഒരു ഓയിൽ ചേഞ്ചൊക്കെ നടത്തി ഒരു സർവീസ് ചെയ്തങ്ങ് ഓടിയാൽ മതി. വണ്ടി പറയാത്തൊരു കാര്യം ഫോഗ് ലാമ്പും കൂടി വണ്ടി വരുന്നുണ്ട്. പിന്നെ ഇതാണ് ഈ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ. ഇതാണ് വണ്ടിയുടെ കണ്ടീഷനെല്ലാം കൂടി. വേറെ എടുത്ത് പണിയത്തെ കാര്യങ്ങളൊന്നും വണ്ടിയിൽ എന്തായാലും ഇല്ല. അപ്പോൾ ഈ വണ്ടിക്ക് ചക്കർലോകം ചോദിക്കുന്ന വില വെറും 1,65,000 രൂപയാണ്. വെറും 1,65,000. നിങ്ങൾക്ക് വന്ന് വണ്ടി കണ്ട് വണ്ടിയുടെ കണ്ടീഷൻ നോക്കി വില പറഞ്ഞാൽ മതി. ലൊക്കേഷൻ വേണം ട്രിവാൻഡ്രം കരകുളമാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക.